ദേശീയ ഉത്തേജക മരുന്ന് വിരുദ്ധ ഏജൻസിയുടെ നാഡ പരിധിയിലേക്ക് പ്രമുഖ ക്രിക്കറ്റ് താരങ്ങളെയും ഉൾപ്പെടുത്തുന്നെന്ന് റിപ്പോർട്ട്. കായിക രംഗത്ത് ഉത്തേജക മരുന്നുകളുടെ ഉപയോഗത്തിൽ കർശന നിയന്ത്രണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ക്രിക്കറ്റ് താരങ്ങളിലേക്കും നാഡ പരിധി വിപുലീകരിക്കുന്നത്. നീക്കത്തിന്റെ ഭാഗമായി നാഡ തയ്യാറാക്കിയ രജിസ്റ്റേർഡ് ടെസ്റ്റിംഗ് പൂളിൽ RTP 14 ക്രിക്കറ്റ് താരങ്ങളെ ഉൾപ്പെടുത്തിയെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു. മലയാളി താരം സഞ്ജു സാംസണും ഉൾപ്പെട്ട പട്ടികയിൽ ഇന്ത്യയുടെ T20 ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, ടെസ്റ്റ് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ, വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്ത് എന്നീ താരങ്ങളുമുണ്ട്. ആദ്യഘട്ട പട്ടികയിൽ പുരുഷ ക്രിക്കറ്റ് ടീമിൽ നിന്ന് 11 പേരെയും വനിതാ ടീമിൽ നിന്ന് 3 പേരെയുമാണ് ഉൾപ്പെടുത്തിയത്. സ്റ്റാർ ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യ, വിക്കറ്റ് കീപ്പർ ബാറ്റർ KL രാഹുൽ, ശ്രേയസ് അയ്യർ, യശസ്വി ജയ്സ്വാൾ, ഹർഷദീപ് സിംഗ്, തിലക് വർമ്മ എന്നിവരാണ് പട്ടികയിൽ ഉൾപ്പെട്ട മറ്റ് പുരുഷ താരങ്ങൾ. വനിതാ ടീമിൽ നിന്ന് ഷഫാലി വർമ്മ, രേണുക സിംഗ് താക്കൂർ, ദീപ്തി ശർമ്മ എന്നിവരാണ് നാഡയുടെ പട്ടികയിലുള്ളത്. രജിസ്റ്റേർഡ് ടെസ്റ്റിംഗ് പൂളിന്റെ ഭാഗമായിട്ടുള്ള താരങ്ങൾ അവരുടെ യാത്രകളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ നാഡയ്ക്ക് കൈമാറണം. എവിടെയാണെന്ന വിവരങ്ങളിൽ താമസ സ്ഥലത്ത് വിലാസം, ഇമെയിൽ വിലാസം, ഫോൺ നമ്പർ എന്നിവ നൽകണം. പുതിയ നീക്കത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയ്ക്കിടെ നാഡയുടെ ഉദ്യോഗസ്ഥർ ക്രിക്കറ്റ് താരങ്ങളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.